മലയാളത്തിലെയും അന്യഭാഷയിലെയും മികച്ച സിനിമകളുടെ റിവ്യൂവും മോശം സിനിമകളുടെ റോസ്റ്റിങ്ങും തീർച്ചയായും കണ്ടിരിക്കേണ്ട എന്നാൽ അധികം ആളുകൾക്ക് പരിചിതമല്ലാത്ത സിനിമകളുടെ റെക്കമെൻഡേഷനുമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. ആ തിരക്കിനിടയിലും യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പൊ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഔട്ട്സ്പോക്കൺ. സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഒരു 6 മാസമെങ്കിലും വേണ്ടി വരും ഞാൻ വിചാരിച്ചു. അപ്പോ 2 മാസം കൊണ്ട് ഇതുപോലെ 5000 സബ്സ്ക്രൈബേഴ്സ് ആയി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞോടെ 10000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ വിചാരിച്ചു ഇതിപ്പോ എനിക്ക് പട്ടായതാണോ അതോ നാട്ടുകാർക്ക് മുഴുവൻ പട്ടായതാണോ അറിയത്തില്ല. ഓക്കെ, അപ്പോ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആകാത്തത് എന്തുകൊണ്ട്? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തത് കൊണ്ട്. അപ്പോ ഔട്ട്സ്പോക്കൺ എന്ന യൂട്യൂബ് ചാനലിന്റെ എല്ലാമായ വ്യക്തിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഔട്ട്സ്പോക്കൺ ചാനൽ റിവ്യൂ ചെയ്യാതെ റോസ്റ്റിംഗിലേക്ക് ഇറങ്ങി തിരിച്ചു? ഈ ജോലി തിരക്ക് കാരണം തന്നെയാണ്. മറ്റേ റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണോ വേണ്ട റോസ്റ്റിംഗ് മതി എന്ന് തീരുമാനം എടുത്തത്? അല്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ റിവ്യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഓൾറെഡി ഒരുപാട് ചാനൽസ് ഉണ്ട്. പുതിയ സിനിമകൾ റിലീസ് ആയി കഴിഞ്ഞാൽ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ അതിന്റെ റിവ്യൂ വരുന്ന ചാനൽസ് ഒരുപാടുണ്ട്. ലേറ്ററായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയെ കുറിച്ച് അതില് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, അതിന്റെ മോശം റിവ്യൂ ആണെങ്കിൽ തന്നെ അത് നമ്മള് യൂട്യൂബിൽ വന്നിട്ട് പറയുമ്പോൾ അത് ആ മൂവിയുടെ ഫർദർ കളക്ഷനെയും ഫർദർ പ്രോഗ്രസിനെയും ബാധിക്കും. പിന്നെ ഞാൻ ഓർത്തു ഈ നല്ല സിനിമകളെ പറ്റിയും റീസെന്റ് സിനിമകളെ പറ്റിയും പറയാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഈ മോശം സിനിമ കണ്ട് കാശും സമയം കളഞ്ഞവനെ പറ്റി പറയാൻ ആരുമില്ല. അങ്ങനെ മോശം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര സമയം കാശും വേസ്റ്റ് ചെയ്തവന്റെ വേദന മനസ്സിലാക്കാനും അവനോട് പങ്കുചേരാനും ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോശം സിനിമകളെ കുറിച്ച് മാത്രം സംസാരിക്കാം. അങ്ങനെയാണ് റോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങിയത്. ഹായ്, ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം. അപ്പോ ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ്. ഔട്ട്സ്പോക്കൺ എന്ന് പറഞ്ഞൊരു ചാനൽ നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഔട്ട്സ്പോക്കണിലെ ചേട്ടൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയാനും പറ്റത്തില്ലോ. ആളുകൾ വിചാരിക്കത്തില്ല ഇവരെന്താ വേറെ പണിയൊന്നും ഇല്ലേ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ അതിൽ കുറച്ച് ഹ്യൂമർ എലമെന്റ് കൂടെ ചേർത്ത് കുറച്ച് നർമ്മപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവർക്ക് പോലും മോശം തോന്നത്തില്ല. അതാണ് ഒരു ഹ്യൂമറിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ചാനല് തുടങ്ങിയത്. കുട്ടനാടൻ ബ്ലോഗും മമ്മൂട്ടിയുമാണ് സത്യം പറഞ്ഞാൽ ഔട്ട്സ്പോക്കൺ ജനിക്കാനുള്ള കാരണം. നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോൺ കടന്നിരിക്കുകയാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. സത്യം പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഇത്രയധികം അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല. വീഡിയോ കണ്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എല്ലാ വീഡിയോയ്ക്കും 1,00,000-ന് മുകളിൽ വ്യൂസ് വരുമെന്ന് ഞാൻ പോലും കരുതിയതല്ല. എൻ്റെ ഒരു കണക്കുകൂട്ടലുകൾ വെച്ച് കൂടി വന്നാൽ ഒരു 5,000 സബ്സ്ക്രൈബേഴ്സ് വരെയൊക്കെ പോവും. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 20,000 വ്യൂസൊക്കെ കിട്ടുമെന്നായിരുന്നു എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം പാടെ തെറ്റിച്ചുകൊണ്ട് ഇന്ന് 1,400,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുകയാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും തീരില്ല. കാരണം എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് തുടർന്നും വീഡിയോസ് ഉണ്ടാക്കാൻ എനിക്കുള്ള പ്രചോദനം. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും ഒരു ചെറിയ സമ്മാനം കിട്ടും. അതാണ് സിൽവർ പ്ലേ ബട്ടൺ. അങ്ങനെ ഔട്ട്സ്പോക്കൺ ചാനലിന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പ്ലേ ബട്ടൺ നിങ്ങൾ ഓരോരുത്തർക്കുമാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഞാൻ ചാനൽ തുടങ്ങി ആദ്യത്തെ വീഡിയോ ഇട്ട് ആദ്യ ദിവസം തന്നെ 75 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയുണ്ടായി. പുതിയതായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നയാൾക്ക് ഈ 75 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് വളരെ വലിയൊരു നമ്പറാണ്. അതുകൊണ്ട് ഈ സിൽവർ പ്ലേ ബട്ടൺ ആ 75 പേർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം അന്ന് നിങ്ങൾ എനിക്ക് തന്ന കോൺഫിഡൻസ് ചില്ലറയല്ല. അതേപോലെ തന്നെ തുടക്കം തൊട്ടേ കൂടെയുള്ള ഇന്നും കട്ടയ്ക്ക് സപ്പോർട്ട് തരുന്ന ആദ്യകാല സബ്സ്ക്രൈബേഴ്സിനും ഈ സിൽവർ പ്ലേ ബട്ടൺ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ചാനലിൻ്റെ വീഡിയോസിനെ പറ്റിയാണ്. അതായത് എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ ഞാൻ എഴുതി കാണിക്കാറുണ്ട് ഈ റോസ്റ്റ് വീഡിയോസൊക്കെ വെറും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഫാൻ ഫൈറ്റിന് വേണ്ടി ഉള്ളതല്ല എന്ന്. എങ്കിലും ചില അന്തം ഫാൻസ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറിവിളിയും വലിയ ബഹളമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ തെറിവിളിക്കുന്നതൊന്നും കുഴപ്പമില്ല, അത്തരക്കാരെ ഞാൻ അപ്പോഴേ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടും. പക്ഷെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ റോസ്റ്റ് ചെയ്യുന്നത് മലയാളത്തിലെ മോശം സിനിമകളെ മാത്രമാണ്.
ആ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളെ മാത്രമാണ്. അല്ലാതെ നമ്മുടെ മലയാള സിനിമയിലുള്ള മിക്ക നടന്മാരും വളരെയധികം കഴിവുള്ള നടന്മാരാണ്, മികച്ച നടന്മാർ തന്നെയാണ്. മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെയൊക്കെ അഭിനയ മികവിനെ പറ്റി ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ചില സിനിമകളും ചില കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് വീഴ്ച പറ്റാറുണ്ട്. അത്തരം മോശം സിനിമകളെ മാത്രമാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ നടന്മാരെ അല്ല. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിടയ്ക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നല്ലതാണ്, വളരെ എൻ്റർടൈനിങ് ആണ്, എല്ലാ വീഡിയോസിനും 1,00,000-ന് മുകളിൽ വ്യൂസ് ഉണ്ട്, എന്നിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാനും അക്കാര്യം ശ്രദ്ധിച്ചത്. അങ്ങനെ ഞാൻ യൂട്യൂബ് അനലിറ്റിക്സ് ഒക്കെ എടുത്ത് വെച്ച് കുറേ റിസർച്ച് ഒക്കെ ചെയ്തപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഫ്ലക്ച്വേറ്റിംഗ് ഫാൻസ് എന്നൊരു സംഭവം ഉണ്ടെന്ന്. അതായത് ഉദാഹരണത്തിന് ഞാനിപ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമ റോസ്റ്റ് ചെയ്തെന്ന് വെക്കുക, ഉടനെ എവിടുന്നോ കുറേ മോഹൻലാൽ ഫാൻസ് ഓടി വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വലിയ ഒച്ചയും ബഹളമൊക്കെയാണ്. തൊട്ടടുത്ത എപ്പിസോഡിൽ ഞാൻ മോഹൻലാലിൻ്റെ ഒരു സിനിമ റോസ്റ്റ് ചെയ്യുമ്പം ഇപ്പോൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളൊക്കെ അപ്പോഴേ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. അങ്ങനെ ഒരു എപ്പിസോഡ് കഴിയുമ്പം 500 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും അതിൽ 300 പേര് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. അങ്ങനെ ഇതൊരു ബാലൻസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇതാണ് ഫ്ലക്ച്വേറ്റിംഗ് ഫാൻസ്. ചാനലിൻ്റെ വ്യൂവേഴ്സിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ മാത്രമാണ്, പറയുന്നത് സിനിമയുടെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്, നടന്മാരെക്കുറിച്ചല്ല എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട്. എങ്കിലും അത് തിരിച്ചറിയാൻ സാധിക്കാത്ത ചിലരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മിഖായലിൻ്റെ റോസ്റ്റ് വീഡിയോ കണ്ടിട്ട് ചിലരൊക്കെ ചോദിക്കുന്നത്, ആ പടത്തിൽ കാന്താരയൊന്നും വന്നിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ അങ്ങനെ കാണിച്ചത്? മൈ സ്റ്റോറിയുടെ റോസ്റ്റ് വീഡിയോ കണ്ടിട്ട് പറയുന്നത്, പൃഥ്വിരാജും പാർവതിയും കൂടെ പച്ചക്കറിയുടെ പാട്ടിട്ടൊന്നും അല്ലല്ലോ ഡാൻസ് കളിച്ച്, പിന്നെന്തിനാ അങ്ങനെ കാണിക്കുന്നതെന്നൊക്കെയാണ്. ഇത്തരക്കാരോടൊക്കെ ഞാൻ എന്ത് പറയാനാണ്? അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സിനിമാ താരങ്ങളോടുള്ള അന്ധമായ ആരാധന മനസ്സിൽ കൊണ്ടു നടന്ന് അവരുടെ മോശം സിനിമകളെ പോലും ആരെങ്കിലും കളിയാക്കിയാലോ വിമർശിച്ചാലോ അത് കണ്ടു നിൽക്കാനുള്ള മനക്കെട്ട് ഇല്ലാതെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുകയും കരഞ്ഞു മെഴുകുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണാതിരിക്കുക. വെറുതെ എന്തിനാ എന്റെ കൂടെ കൂടിയിട്ട് നല്ല മാണിക്കം പോലെ ഒരു സാമ്യം കൂടി ചീത്തവണേ. അപ്പോൾ അതൊക്കെ നമുക്ക് വിടാം, നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ഗീവ് അവേ നടത്താൻ പ്ലാൻ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മഹീന്ദ്രയുടെ പ്ലാന്റ് ഇവിടെ പൂനെയ്ക്ക് അടുത്തുള്ള ചാക്കൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ ചെന്നപ്പം അവിടുത്തെ പ്ലാന്റ് ഹെഡിനെ കണ്ടിരുന്നു. അപ്പോൾ പുള്ളിയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇതേപോലെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി, ഒരു ഗീവ് അവേ ഒക്കെ നടത്താൻ പ്ലാനുണ്ട്, ഒരു XUV 700 ആണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം പുള്ളി പറഞ്ഞ കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമാണ്, XUV 700 നമുക്ക് കൊടുക്കാം, പക്ഷേ തൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു 25 ലക്ഷം രൂപ അങ്ങ് പിടിക്കുമെന്ന് പറഞ്ഞു. ആൻഡ് ഐ വാസ് ലൈക്ക്, പിന്നെ ഞാൻ പുള്ളിയോട് ആരെയും സംസാരിക്കാനൊന്നും പോയില്ല, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും ഗിവ് അവേ നടത്താൻ തീരുമാനിച്ചാൽ ഗിവ് അവേ നടത്തിയിരിക്കും. XUV 700-ന് പകരം ഒരു അടിപൊളി സമ്മാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശി ആയിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. അത് മറ്റൊന്നുമല്ല, ഔട്ട്സ്പോക്കൺ ടീഷർട്ട്സ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഔട്ട്സ്പോക്കൺ ടീഷർട്ട്സ് അയച്ചു കൊടുക്കുന്നതാണ്. ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഇൻട്രസ്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത 3 ദിവസത്തിനുള്ളിൽ വരുന്ന കമൻറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് ഔട്ട്സ്പോക്കൺ ടീഷർട്ട്സ് ലഭിക്കുന്നതാണ്. മറ്റൊരു വാഗ്ദാനം കൂടെ ഞാൻ നൽകിയിരുന്നു. 100K സബ്സ്ക്രൈബേഴ്സായി സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടിയാൽ മുടങ്ങിക്കിടക്കുന്ന ആറാട്ട് വീണ്ടും നടത്താമെന്ന്. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ആറാട്ട് റോസ്റ്റ് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്തു തരണം, വീഡിയോ റിലീസ് ആകുമ്പോൾ തന്നെ കഴിവതും കാണാൻ ശ്രമിക്കുക. കാര്യം എത്ര നാൾ ആ വീഡിയോ ചാനലിൽ ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. കോപ്പിറൈറ്റ് വന്ന് വീഡിയോ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദികളല്ല. അതുകൊണ്ടാണ് വീഡിയോ റിലീസ് ചെയ്യുന്ന സമയം മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ നാളെ വൈകിട്ട് 6 മണിക്ക് ആറാട്ട് തുടങ്ങുകയല്ലേ. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട്. ആറാട്ടാണ് അല്ല, 8 ആട്ടാണ് നിന്റെ മുഖത്ത്. മനസ്സിൽ വെച്ചോ തിരുമേനി, ഐ ആം ഔട്ട്സ്പോക്കൺ. മറക്കാതെ കാണുക. ഒരിക്കൽ കൂടി ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. തുടർന്നും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.